കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറയുകയാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറ്റിക്കുമെന്ന്. PMC പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ഫണ്ട് വാങ്ങി അതിൽ പറയുന്ന നിബന്ധനകളൊന്നും പാലിക്കില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അത് നടക്കുമോ? PMC അഗ്രിമെന്റ് ഒരു കണ്ടീഷൻ ഫണ്ടിംഗ് ആണ്. അതിൽ ഒപ്പുവെച്ചാൽ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാൽ മതിയാവും. സ്കൂളിന്റെ പേര് PM ശ്രീ സ്കൂൾ എന്നാക്കണം. ഫണ്ടിങ് ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. കാലാകാലം അതാ സമയത്ത് ഫണ്ടുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. കേന്ദ്ര ഗവൺമെന്റിന് കാലാകാലമായി റിപ്പോർട്ട് സമർപ്പിക്കണം. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ പഠന നിലവാരം, ഇതൊക്കെ മെച്ചപ്പെടുത്തണം. ഇതൊരു ബൈൻഡിംഗ് അഗ്രിമെന്റ് ആണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നാളെ കേസിന് പോയാൽ അതൊരു പ്രധാന രേഖയായി മാറും. ഇതിൽ ഫണ്ടിങ് നൽകുന്നത് ഘട്ടം ഘട്ടമായാണ്. ആദ്യഘട്ടം പണം വാങ്ങി അഥവാ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അത് നിർത്തിവെക്കേണ്ട അവകാശം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. PMC പദ്ധതിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ആ ഫണ്ടുകൾ റിക്കവർ ചെയ്യാൻ അധികാരമാർക്കുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് പുനഃപരിശോധിക്കാം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഴുവൻ സ്കൂളുകളെയും ഡീലിസ്റ്റ് ചെയ്യുക, അതായത് റിമൂവ് ചെയ്യാൻ കഴിയും. കൂടാതെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന് കേസെടുക്കുകയും ചെയ്യാം. എന്നിട്ടും ഒരു മന്ത്രി പറയാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഈ 400 രൂപ വകുപ്പുണ്ട്. അത് ചീറ്റിംഗ് ആണ്. ആ ചീറ്റിംഗ് പ്രകാരം ഒരാൾ ഒരു അഗ്രിമെന്റ് ഒപ്പിടുക്കും, പിന്നീട് നടപ്പാക്കാനായില്ലെങ്കിൽ, വ്യവസ്ഥ നടപ്പാക്കാനായില്ലെങ്കിൽ സ്വാഭാവികമായി അത്ര ചീറ്റിംഗ് വരില്ല. പക്ഷേ നിങ്ങൾ ഒപ്പിടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ വ്യവസ്ഥകൾ ലംഘിക്കുമെന്ന ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിർബന്ധമായി ശിക്ഷിക്കപ്പെടും. ഇപ്പൊ നമ്മുടെ മന്ത്രിയെ സ്വാഭാവികമായിട്ട് അഗ്രിമെന്റ് ഒപ്പിടും തന്നെ മന്ത്രി പറയാണ് ഞങ്ങൾ വ്യവസ്ഥ പാലിക്കില്ല എന്ന്. അപ്പൊ ഒപ്പിടുന്ന അവസരത്തിൽ ഇയാൾക്ക് ചീറ്റിംഗ് മെന്റാലിറ്റി ഉണ്ട് എന്നർത്ഥം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പിടുക്കുന്നത്. അതുകൊണ്ട് അത് നിറവേറ്റാൻ ധാർമ്മികമായ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ചീറ്റ് ചെയ്യാൻ നമ്മളെല്ലാം ചീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പൊ അത് പാടില്ല. കേന്ദ്ര ഗവൺമെന്റിനെ ചീറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറല്ല. ഇതിനൊരു പരിഹാര മാർഗമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം.